പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 27 തിങ്കളാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ പ്രാർത്ഥന നമ്മുടെ ദേശത്ത് ചൂട് കൂടുകയും വിഷജന്തുക്കളൊക്കെ കുഞ്ഞുങ്ങളെ വരെ കൊത്തിക്കൊല്ലണവരെ വളരെ ദുരിതപൂർണവും, പിന്നെ നമ്മുടെ ദുരന്തങ്ങളില്ലേ, അതായത് കൃപാസന മാതാവ് 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. അപ്പോൾ ചില ദുരന്തങ്ങൾ നമുക്ക് നിവാരണം ചെയ്യണതിനും പറ്റത്തില്ല. പ്രാർത്ഥിച്ചാണ്, ദൈവമാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഈ പടക്ക ദുരന്തമില്ലേ, എത്ര 15 പേരല്ലേ മരിച്ചു പോയത്. അതൊക്കെ ഒരു ഓർത്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ മിണ്ടാൻ പറ്റില്ല കുറച്ച് നേരത്തെ. ആ കുടുംബത്തിൻ്റെ അനാഥത്വവും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആളിനെ പകരം കാശുണ്ടായിട്ട് കാര്യമില്ല. ആൾ തന്നെയാണ് ശരിക്കും. അത് പോകുമ്പോൾ നമ്മൾ അറിയത്തുള്ളൂ.
അപ്പോൾ ഉള്ളവർ ദൈവത്തിന് ഒപ്പിച്ച് ജീവിക്കുകയും എളിമപ്പെട്ട് ജീവിക്കുകയും നമ്മുടെ നാടിൻ്റെ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും നാട് രക്ഷപ്പെടണം. ചൂട് എല്ലായിടത്തും ചൂടായി. ഇപ്പം സൂര്യാഘാതം കുഴഞ്ഞു വീണും മരിക്കുന്നവരും അന്തരീക്ഷത്തെ കർത്താവിൻ്റെ ദർശനം സമർപ്പിക്കണം. നമുക്ക് എല്ലാവർക്കും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ദേശത്തെ അങ്ങ് ഞങ്ങൾക്ക് ഇടം തന്ന ദേശത്തെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ താപനിലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനെ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഭാവമാറ്റങ്ങളെ അതിൻ്റെ വ്യതിചലങ്ങളെ നിയന്ത്രിക്കുകയും കഴുത്തു പോകുന്നവനെ, കടലിനെ ശാസിച്ചുകൊണ്ട് കാറ്റിനോട് അടങ്ങാൻ കൽപ്പിച്ചവനെ, ഈ ചൂടിനോട് നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചൂടിൻ്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും മരങ്ങൾക്ക് പോലും ബാധിക്കാതെ ഞങ്ങൾക്കിവിടെ ജീവിത സൗഹൃദമുള്ള ചുറ്റുപാടുകളെ അങ്ങ് പുനഃക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിചാരിതവും ആകസ്മികമായ അപകടങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന അപകടങ്ങൾ, എന്നെല്ലാം അങ്ങയുടെ മക്കളെ അങ്ങ് പരിപൂർണമായി സംരക്ഷിക്കണമെന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിന് കേട് നൽകിയവനെ, ഊമ്പന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗ്യപ്പെടുത്തിയവനെ, തളർവാരോഗ്യപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവേ, നിൻ്റെ തിരുനാമം സ്തുതി പറയുന്നു. ഈ പ്രാർത്ഥന ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ ആശ്വസിക്കുകയും സൗഖ്യമാകുകയും ചെയ്യട്ടെ. കർത്താവേ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, കർത്താവെ, പരസ്പര സ്നേഹമില്ലാതെ കഴിയുന്നവർ, ജീവിതം തന്നെ ഭാരമായി തോന്നുന്നവർ, മനസ്സിന് നിരാശ ജീവിക്കുന്നവർ, തൊഴിൽഭാരമില്ലാത്തവർ, തൊഴിൽഭാരത്തോടെ ജീവിക്കുന്നവർ, കർത്താവെ, ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തവർ, അവർക്ക് ഇന്ന് 12 മണിക്കൊണ്ട് തീരുമാനമെടുക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. കർത്താവെ, ജീവിത മാർഗങ്ങൾ അറ്റുപോയവർ, മുട്ടിപ്പോയവർ, സാമ്പത്തിക ബാധ്യതകളായും ജീവന നടപടികളായും ഭീഷണീയമായ സാഹചര്യം ജീവിക്കുന്നവരെ, കർത്താവെ, മക്കളില്ലാത്തവരെ, കർത്താവെ, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ആ ലക്ഷ്യം നേടാൻ വേണ്ടി രാത്രിയും പകലും പ്രാർത്ഥിച്ചും ഉടമ്പടി ചെയ്തും ഉടമ്പടി കാര്യങ്ങൾ നിർവഹിച്ചുമൊക്കെ ജീവിച്ചു പോകുന്നവർ, കർത്താവെ, അവരെല്ലാം ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ യാത്രക്കാരെ ആശീർവദിക്കുന്നു, ഇൻ്റർവ്യൂ ഉള്ളവരെ ആശീർവദിക്കുന്നു, പരീക്ഷക്കാരെ ആശീർവദിക്കുന്നു, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ ആശീർവദിക്കുന്നു. ഉന്നതമായ റിസൾട്ടിനാൽ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ, നിന്നെ അനുഗ്രഹിക്കട്ടെ. ഉപരിപഠനത്തിനും ഉപരി ജോലിക്കും ഉപരി യാത്രയ്ക്കും വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിന്നെ വർഷിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കുമാമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മുടെ ജീവിത മേഖലകളിലെ നമുക്ക് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടല്ലോ. ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ജന്മവാസനകൾ, ജീവിക്കാൻ വേണ്ടിയുള്ള വാസനകൾ. ഈ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ജന്മവാസനകൾ അതിനകത്തെല്ലാം ഉണ്ടല്ലോ. നമ്മളുടെ നീഡ്സ്, ആവശ്യങ്ങൾ, നീഡ് ടു ബി സേഫ്, അതിൻ്റെ ഒരു ആവശ്യമാണ്. അതിലാണ് നമ്മൾ വീടൊക്കെ കെട്ടണത്. അത് ജന്മവാസനയാണ് ശരിക്കും. നീഡ് ടു ബി സേഫ് എന്നുള്ളതിൻ്റെ സുരക്ഷിതയായിരിക്കുക. എന്താണ്? സ്റ്റാൻഡ് സേഫ്. അതുപോലെ തന്നെ അതിൻ്റെ മറുപുറം, ആ ഒരു നാണയത്തിൻ്റെ മറുപുറമാണ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, മരണവാസനകളുണ്ട്. ആത്മഹത്യയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ അനാവശ്യമായ ഭയങ്ങൾ വരുമല്ല. ഈ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമ്മളെ പുറകിൽ നിന്ന് വലിക്കുന്നത് ഈ ഡെത്ത് ഇൻസ്റ്റിങ്ക്ട്സാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത് എപ്പോൾ വരുമെന്നറിയാൻ പറ്റത്തില്ല. അത് വരും, പക്ഷേ അത് നമ്മളെ ഇന്ന് ഓരോ കാര്യത്തിനും പല ആൾക്കാരും ഗതി പിടിക്കാതെ വളരാത്തതിൻ്റെ കാര്യം ചില പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇവരെന്ത് റിസ്ക് എന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും റിസ്കിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്തൊരു 50% റിസ്ക് ഫാക്ടറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹസമാണെന്ന്, നമുക്ക് പണി കിട്ടുമെന്നുള്ളതാണ്.
ഇനി ഈ റിസ്ക് ഫാക്ടർ ഉണ്ടല്ലോ, അത് കവർ ചെയ്യാൻ പറ്റും നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ബി ദെയർ മേ ബി, ബട്ട് വി ക്യാൻ ബൈൻഡ് ഇറ്റ്. നമുക്കതിനെ ഒരു എന്താണ് അതിനെക്കുറിച്ച് ഫെൻസ് ചെയ്യാൻ പറ്റും, വേലി കെട്ടി. അത് നമ്മളല്ല ചെയ്യണത്, ദൈവമാണ് ചെയ്യണത്, ദൈവമാണ് ചെയ്യേണ്ടതും. അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്നൊക്കെ പറയത്തില്ലേ. സർപ്പങ്ങളെ കയ്യിലെടുക്കും. അപ്പോൾ സർപ്പങ്ങളെ കയ്യിലെടുക്കാതെ ജീവിക്കാമെന്ന് പറ്റത്തില്ല. പക്ഷേ സുവിശേഷം കൈമാറ്റാത്ത സമയത്ത് ഇത് പറയണത്, സുവിശേഷം കൈമാറണം. അപ്പോൾ സർപ്പങ്ങളൊക്കെ പൊങ്ങി വരും, അവരെ നമ്മൾ കയ്യിലെടുക്കണം. അല്ലാതെ അവിടെ കഴുത്തേക്ക് കയറിയിട്ടില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ഇന്ത്യൻ ഭരണഘടനയാണ്, ഇവിടെ എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെയൊന്നും വലിയ ഡയലോഗൊന്നും പിടിച്ചു പോകേണ്ട കാര്യമില്ല. യു ജസ്റ്റ് പ്രേ ഓവർ ഇറ്റ്. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞില്ലേ, ഞങ്ങളെ ആശുപത്രിയിൽ പത്രം കൊടുക്കാൻ അവർ സമ്മതിച്ചില്ല, ഞങ്ങളെ പറഞ്ഞ് പുറത്താക്കി. അപ്പം ഞങ്ങൾ വെയിലത്ത് നിന്ന് കൊന്തയും ചൊല്ലിയിട്ട് പഠിക്കാൻ നിന്ന് കൊടുത്ത് തീർക്കും, അത്രയേ ഉള്ളൂ കാര്യം. പക്ഷെ അവർ വെയിലത്ത് നിന്ന് നമ്മൾ കൊന്തയിലണ കാണുമ്പോൾ അവർക്കൊരു നമ്മളോടൊക്കെ ഒരു സഹതാപം. അത് വേറെ ആരും ഉപദ്രവിക്കാൻ വന്നതല്ലല്ല. അത് പറയുമ്പം കൊടുത്തുള്ളൂ കേട്ടോ, എപ്പോഴും ഇത് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്നാൽ കൊടുക്കാൻ അനുവദിക്കും. അത് സർപ്പങ്ങളെ കയ്യിലെടുത്ത് എന്താ കാര്യം, അവർ വെയിലത്ത് നിന്ന് കൊന്തയിലണത് ഈ പുറത്താക്കിയ സെക്യൂരിറ്റി കണ്ട്, അതാണ് വിഷയം. അപ്പം ഇത് ഈശോ പറഞ്ഞതാണ്, സുവിശേഷകൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷനാണിത്. ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. പക്ഷെ അപ്പം സർപ്പങ്ങൾ വരും, അവരെ നമ്മൾ കയ്യിലെടുക്കണം. പിന്നെ മാരകമായി എന്ത് കഴിച്ചാലും നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഒരു കാര്യത്തിനും ദൈവം അതിൻ്റെ ഉപദ്രവവശങ്ങൾ ദൈവം കൈകാര്യം ചെയ്യുന്നതിൻ്റെ അർത്ഥം. അപ്പം ആ ധൈര്യം ഉണ്ടാണ് നിങ്ങൾക്ക്. മർക്കോസ് 16:18 അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അതവരെ ഉപദ്രവിക്കുകയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപദ്രവത്തിൻ്റെ ജീവിതത്തെ ഈശോ കൈകാര്യം ചെയ്തോളൂ എന്നതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്, ഞാൻ നിങ്ങളുടെ കൂടെ കാലത്തിൻ്റെ അവസാനം വരെ, ഇതിൻ്റെ കൂടെ വരേണ്ടതാണതേ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മർക്കോസ് ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറയുമ്പോൾ മത്തായി പറയും, പോകുന്നവൻ്റെ കൂടെ ഞാനുണ്ടാകും. സർപ്പങ്ങൾ കയ്യിലെടുക്കും നിങ്ങൾ, മാരകമായ എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. മത്തായി 28:20 യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. എന്ത് വകുപ്പിലാണ്? മത്തായി 28:19 ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളെ ഇപ്പം എൻ്റെ അടുത്ത് വരുന്നത് അവർ വെള്ളമൊഴിച്ച് ജ്ഞാനസ്നാനപ്പെടുത്തണമെന്നല്ല എൻ്റെ അടുത്ത. ജ്ഞാനത്തിൻ്റെ സ്നാനം കൊടുക്കണം, അറിവ്, കർത്താവിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് കൊടുക്കണം. അതായത് ജ്ഞാനസ്നാനം, കർത്താവിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കണം. അങ്ങനെ അറിവ് കൊടുത്താൽ എന്തായാലും അതാണ്. പിന്നെ അടുത്ത വഴി എന്താണ്, ഞാൻ പഠിപ്പിച്ചുള്ളവരെ അവരെ അഭ്യസിക്കുവേൻ. അപ്പം അങ്ങനെ കൊടുത്താൽ ഗുണം എന്താ, അങ്ങനെ കർത്താവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ, അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, യുഗാന്ത്യം വരെ നിൻ്റെ കാലത്തിൻ്റെ, നീ എന്താ മരിക്കണത്, അതാണ് നിൻ്റെ യുഗാന്ത്യം. വേറെ ഒരു എസ്കത്തോളജി ഉണ്ട്, അതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂമി, നമ്മുടെ ആകാശമുണ്ട്. അതെന്താ, അത് നമുക്ക് നമ്മളിവിടെ നിൽക്കുന്നിടത്തോളം കാലം എവിടെയാണ് നടന്നു തീരണത് അത് നമ്മുടെ ഭൂമി, എവിടെയാണ് നമ്മുടെ സമയം തീരണത് അത് നമ്മുടെ ആകാശം. അപ്പോൾ അതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്താൻ എപ്പോഴും പ്രേക്ഷിത പ്രവർത്തനമാണ് കേട്ടോ, വിശ്വാസ കൈമാറ്റമാണ്. അതിന് ഊന്നൽ നൽകാതെ നിങ്ങൾ വേറെ എന്ത് സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടും വലിയ കഥയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് സുവിശേഷം കൊടുക്കുക, കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.